ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർഫെറൻസ് എന്ന ടോപ്പിക്കാണ്. ടോപ്പിക്കിലോട്ട് പോകുന്ന മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് നോട്ട്സ് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നോട്ട്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുള്ളവർ സ്വയം തന്നെ ഒരു ബുക്ക് എടുത്ത് ടോപ്പിക് വൈസ് ആയിട്ട് നോട്ട് ചെയ്ത് പോവുക. നിങ്ങൾ സ്വയം എഴുതി പഠിക്കുന്നത് പോലെ ഒരു PDF തന്നാലോ ഒന്നും അത് മനസ്സിൽ നിൽക്കാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, നമ്മൾ സ്വയം ഒരു നോട്ടെടുത്ത് എഴുതി പഠിച്ച് പോകുന്നത് നമ്മൾ ഒരിക്കലും മറക്കില്ല. നമുക്കത് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോൾ നമുക്കത് തന്നെ ഓർമ്മ വരും. സോ പ്ലീസ് എല്ലാവരും സ്വയം നോട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഇൻ്റർഫെറൻസ് എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC, RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള PYQs ഒക്കെ തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. PYQs നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇൻ്റർഫെറൻസ് എന്താണെന്ന് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ട് PYQസിലോട്ട് പോവാം. അപ്പോൾ നോക്കിക്കേ, വാട്ട് ഈസ് ഇൻ്റർഫെറൻസ്? ഇൻ്റർഫെറൻസ് എന്ന് വെച്ചാൽ എന്താണ്? Interference is the phenomenon in which two or more light waves superpose and produce a pattern of bright and dark bands due to addition or cancellation of amplitudes. This happens because light is a wave. നമ്മളിവിടെ പർട്ടിക്കുലർലി ലൈറ്റിൻ്റെ ഇൻ്റർഫെറൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇൻ്റർഫെറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നത് ഇൻ്റർഫെറൻസ് ആണ്. അത് PSC ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇൻ്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ വേവ്സ് തമ്മിൽ കൂടിച്ചേർന്ന് ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നു. എന്താണ് ആ പാറ്റേൺ? ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ഡ്യൂ ടു അഡീഷൻ ഓർ ക്യാൻസലേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ്. വേവ്സിൻ്റെ ആ ഒരു സ്ട്രക്ചർ അറിയാമല്ലോ, നമ്മൾ വരയ്ക്കുമ്പോൾ അതിന് ആംപ്ലിറ്റ്യൂഡ് ഉണ്ടല്ലേ. ഇപ്പോൾ ഡിഫറെൻറ്റ് വേവ്സ് തമ്മിൽ കൂടിച്ചേരുമ്പോൾ ആംപ്ലിറ്റ്യൂഡ്സ് ഒന്നുകിൽ എന്ത് ചെയ്യും, തമ്മിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ തമ്മിൽ ക്യാൻസലായി പോവും. അത് കാരണമാണ് എന്താണ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ഉണ്ടാകുന്നത്. ഈ ഒരു ഫെനോമെനനാണ് ഇൻ്റർഫെറൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ദിസ് ഹാപ്പൻസ് ബിക്കോസ് ലൈറ്റ് ഈസ് എ വേവ്. എന്താണ്? ലൈറ്റിന് വേവ്, അല്ലെങ്കിൽ ലൈറ്റ് ഒരു വേവ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ലൈറ്റിന് വേവ് നേച്ചർ ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അടുത്തത് കണ്ടീഷൻസ് ഫോർ ഇൻ്റർഫെറൻസ്. അതായത് ഇൻ്റർഫെറൻസ് നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഫോർ സ്റ്റേബിൾ ഓർ സസ്റ്റൈൻഡ് ഇൻ്റർഫെറൻസ് പാറ്റേൺ ദ സോഴ്സസ് മസ്റ്റ് ബി ഒന്നെന്ന് പറയുന്നത് കൊഹെറൻറ്റ്, ദാറ്റ് ഈസ് സെയിം ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്. എന്തായിരിക്കണം? ആ ലൈറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് കൊഹെറൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിരിക്കണം. അതായത് അതിന് സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ സെയിം വേവ് ലെങ്ത് ആയിരിക്കണം. ഓക്കെ. രണ്ടാമത്തേന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം. മൂന്നാമത്തേന്ന് പറയുന്നത് ലൈറ്റ് വേവ്സ് ഷുഡ് ഓവർലാപ്പ് ഇൻ സ്പേസ്. ആ ലൈറ്റ് വേവ്സ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യണം. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈൻ ഫോർ PSC. എന്താണ്? PSC ഈ ലൈൻസിൽ നിന്ന് അല്ലെങ്കിൽ ഈ പോയിൻറ്റ്സിൽ നിന്ന് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ഇൻ്റർഫെറൻസ് ആണ് നോക്കുന്നത്. 2 types of interference are there. ഒന്നെന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ്, രണ്ടെന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ്. നോക്കിക്കേ, എന്താണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ്? വേവ്സ് മീറ്റ് ഇൻ ഫേസ്, അതായത് ക്രെസ്റ്റ് പ്ലസ് ക്രെസ്റ്റ്. അതായത് ഇപ്പോൾ രണ്ട് വേവ് തമ്മിൽ എന്താണ് സൂപ്പർപോസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വേവിൻ്റെ ക്രെസ്റ്റും മറ്റേ വേവിൻ്റെയും ക്രെസ്റ്റും തമ്മിലായിരിക്കും എന്ത് ചെയ്യുക, മീറ്റ് ചെയ്യുന്നത്. അതുപോലെ അതുകൊണ്ട് എന്താണ് ആംപ്ലിറ്റ്യൂഡ്സ് ആഡ് ആവും. അതിൻ്റെ ഫലമായിട്ട് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫോംസ്. എന്താണ്? ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്രിഞ്ചാണ് അവിടെ ഉണ്ടാവുന്നത്. ഇനി ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് എന്താണെന്ന് നോക്കാം. വേവ്സ് മീറ്റ് ഔട്ട് ഓഫ് ഫേസ്, ദാറ്റ് ഈസ് ക്രെസ്റ്റ് പ്ലസ് ട്രഫ്. ഒരു വേവിൻ്റെ ക്രെസ്റ്റും മറ്റേ വേവിൻ്റെ ട്രഫും തമ്മിലായിരിക്കും കൂടിച്ചേരുന്നത്. അപ്പോൾ എന്ത് പറ്റും? ആംപ്ലിറ്റ്യൂഡ്സ് തമ്മിൽ ക്യാൻസലായി പോവും. അതിൻ്റെ ഫലമായിട്ട് ഡാർക്ക് ഫ്രിഞ്ചാണ് അവിടെ ഉണ്ടാകുന്നത്.
ഡാർക്ക് ഫ്രിഞ്ച് ഫോംസ്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെയും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെയും ഫിഗർ തന്നിട്ടുണ്ട്. നോക്കിക്കേ, വേവ് എക്സ് എന്നും വേവ് വൈ എന്നും കൊടുത്തിട്ടുണ്ട്. വേവ് എക്സിനാണ് ആ യെല്ലോ കളർ, വേവ് വൈ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറിലും കൊടുത്തിട്ടുണ്ട്. 2 ഡിഫറെൻറ്റ് വേവ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസും സെക്കൻഡ് എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസും ആണ്. അപ്പോൾ ആദ്യം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് കോൺസെൻട്രേറ്റ് ചെയ്തേ. നോക്കിക്കേ, എന്താണ് വേവ് എക്സിൻ്റെയും വൈയുടെയും എന്താ പ്രത്യേകത? ദേ ആർ ഇൻ ഫേസ് അല്ലേ. അതായത് ഒരു വേവിൻ്റെ ക്രസ്റ്റും അടുത്ത വേവിൻ്റെ ക്രസ്റ്റും, അടുത്ത വേവിൻ്റെ ട്രഫും അടുത്ത വേവിൻ്റെ ട്രഫും, അങ്ങനെ ക്രസ്റ്റും ട്രഫും തമ്മിലാണ് എവിടെ കൂടിച്ചേരുന്നത്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൽ കൂടിച്ചേരുന്നത്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റിസൾട്ടൻറ്റ് വേവ് എന്താണ്? ഇൻക്രീസ്ഡ് ആംപ്ലിറ്റ്യൂഡായിട്ട് അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നു എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ സെയിം ആൾക്കാർ ചേരുമ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നു, അങ്ങനെ എങ്ങനെ ഓർത്തു വയ്ക്കുക. ഇനി ഡിസ്ട്രക്റ്റീവിൽ നോക്കിക്കേ, ഒരു വേവിൻ്റെ ക്രസ്റ്റും അടുത്ത വേവിൻ്റെ ട്രഫും, ഒരു വേവിൻ്റെ ട്രഫും അടുത്ത വേവിൻ്റെ ക്രസ്റ്റും, അങ്ങനെ ഓപ്പോസിറ്റ് ആൾക്കാരാണ് അവിടെ ചേരുന്നത്. അതിൻ്റെ ഫലമായിട്ട് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നു. അതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത്. ഇനി ഇൻ്റർഫെറൻസ് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു എക്സ്പെരിമെൻ്റാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതിനെ ഷോർട്ട് ഫോം ആയിട്ടാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്. ദിസ് ഈസ് ദ ക്ലാസിക് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഇൻ്റർഫെറൻസ്. ഇൻ്റർഫെറൻസിൻ്റെ ഒരു ക്ലാസിക് ഡെമോൺസ്ട്രേഷനാണ് നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇത് ചുരുക്കിയാണ് കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, 2 സ്ലിറ്റ്സ് ഉണ്ടായിരിക്കും, 2 സ്ലിറ്റുകൾ, 2 ചെറിയ സ്പേസ്. 2 സ്ലിറ്റിലൂടെ കടന്നു വരും? ലൈറ്റ് കടന്നു വരും. ഒരു കൊഹിറൻറ്റ് സോഴ്സ് മതി, പക്ഷേ ഈ സ്ലിറ്റിലൂടെ കടന്നു വരുമ്പോൾ അതെന്താവും? 2 സ്ലിറ്റിലൂടെ 2 കൊഹിറൻറ്റ് സോഴ്സിൽ നിന്നും ലൈറ്റ് വരുന്നത് പോലെ. ഓക്കെ, അപ്പോൾ 2 കൊഹിറൻറ്റ് ലൈറ്റ് സോഴ്സസ് കാണും ഈ 2 സ്ലിറ്റ്സിലൂടെ കടന്നു വരുമ്പോൾ. ലൈറ്റ് ഓവർലാപ്സ് ഓൺ സ്ക്രീൻ. ഇങ്ങനെ ഈ 2 സ്ലിറ്റിലൂടെ കടന്നു വരുന്ന ലൈറ്റ് സ്ക്രീനിൽ വന്ന് എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്ത് സ്ക്രീനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പാറ്റേൺ ഓഫ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് താഴെ കൊടുത്തേക്കുന്നത്. ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഉണ്ടാവാൻ കാരണം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസും, ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാവാൻ കാരണം ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസുമാണ്. പിന്നെ മറ്റൊരു കാര്യം, സെൻട്രൽ ഫ്രിഞ്ച് ഈസ് ഓൾവേസ് ബ്രൈറ്റ്. സെൻറ്ററിലുള്ള ആ ഫ്രിഞ്ച് എപ്പോഴും ബ്രൈറ്റ് ആയിരിക്കും. ഇനി ഫ്രിഞ്ച് വിഡ്ത്ത് ഡിപ്പെൻഡ്സ് ഓൺ വേവ് ലെങ്ത് ആൻഡ് സ്ലിറ്റ് സെപ്പറേഷൻ. ഫ്രിഞ്ച് വിഡ്ത്ത്, ആ ഓരോ ഫ്രിഞ്ചിൻ്റെയും വിഡ്ത്ത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വേവ് ലെങ്ത്തിൻ്റെയും ആ സ്ലിറ്റിൻ്റെ സെപ്പറേഷൻ, അല്ലെങ്കിൽ ആ സ്ലിറ്റുകൾ തമ്മിലുള്ള സ്ലിറ്റിൻ്റെ ഡിസ്റ്റൻസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫ്രിഞ്ച് വിഡ്ത്ത് ഇരിക്കുന്നത്. അടുത്തത് വൈ ഇൻ്റർഫെറൻസ് ഒക്കേഴ്സ്. എന്തുകൊണ്ടാണ് ഇൻ്റർഫെറൻസ് സംഭവിക്കുന്നത്? നോക്കിക്കേ, ബിക്കോസ് ലൈറ്റ് വേവ്സ് കമ്പൈൻസ്. ലൈറ്റ് വേവുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. അവിടെ സെയിം ഫേസിലാണ് രണ്ടുപേരും കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ ബ്രൈറ്റ്നെസ് കൂടുന്നു. ഓപ്പോസിറ്റ് ഫേസ് ആണെങ്കിൽ ഡാർക്ക്നെസ് കൂടുന്നു. നമ്മുടെ കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവും തന്നെയാണ് ഇവിടെയും പറയുന്നത്. നോക്കിക്കേ, എവ്രിഡേ എക്സാമ്പിൾസ് ഓഫ് ഇൻ്റർഫെറൻസിൻ്റെ കുറച്ച് എവ്രിഡേ എക്സാമ്പിൾസ് ആണ് തന്നേക്കുന്നത്. നോക്കിക്കേ, സോപ്പ് ബബിൾ കളേഴ്സ്. നമ്മൾ ഈ സോപ്പ് ബബിളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ കുമിളയൊക്കെ വറുത്തുമ്പോൾ അതിൽ കളേഴ്സ് കാണാറില്ലേ? അതെന്തിൻ്റെ ഫലമായിട്ടാണ്? ഇൻ്റർഫെറൻസിൻ്റെ ഫലമായിട്ടാണ്. ഓയിൽ ഫിലിം കളേഴ്സ് ഓൺ വാട്ടർ. വെള്ളത്തിലൊക്കെ എണ്ണ കിടക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണുന്നത്, അതും ഇൻ്റർഫെറൻസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി കളർ പാറ്റേൺസ് ഓൺ തിൻ ലെയേഴ്സിലൊക്കെയുള്ള കളർ പാറ്റേൺസ്. ന്യൂട്ടൺസ് റിങ്സ്. ന്യൂട്ടൺസ് റിങ്സ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ഫിസിക്സിലൊക്കെ, ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുന്നുണ്ട്. അത് അഡ്വാൻസ്ഡ് ആണ്, PSCക്ക് ആവശ്യമില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. അടുത്തത് ഇൻ്റർഫെറൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് ഓടി വരേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇൻ്റർഫെറൻസ് എന്ന് വെച്ചാൽ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ആണ്. കൊഹിറൻറ്റ് സോഴ്സസ് ആണ് നമുക്ക് സ്റ്റേബിൾ പാറ്റേൺ തരുള്ളൂ. അതുപോലെ ബ്രൈറ്റ് ഫ്രിഞ്ച് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നു. ഡാർക്ക് ഫ്രിഞ്ച് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നു. YDSC യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഇൻ്റർഫെറൻസിൻ്റെ ക്ലാസിക് എക്സ്പെരിമെൻ്റ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റ് ഈസ് എ ഫെനോമിനൻ ബേസ്ഡ് ഓൺ ഡാഷ്. ലൈറ്റിൻ്റെ ഇൻ്റർഫെറൻസ് എന്ന് പറയുന്ന പ്രതിഭാസം എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. ഇവിടെ വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇൻ്റർഫെറൻസ് ഒക്കേഴ്സ് ഡ്യൂ ടു സൂപ്പർ പൊസിഷൻ ഓഫ് ലൈറ്റ് വേവ്സ്
പ്രൂവിങ് ഇറ്റ്സ് വേവ് നേച്ചർ. എന്താണ്? ലൈറ്റിൻ്റെ വേവ് നേച്ചർ തെളിയിക്കുന്ന ഒരു ഫെനോമിനനാണ് ഇൻ്റർഫെറൻസ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? സൂപ്പർ പൊസിഷൻ ഓഫ് ലൈറ്റ് വേവ്സ് കാരണമാണ് ഉണ്ടാകുന്നത്. കേരള PSC ഡിഗ്രി ലെവൽ പ്രിലിംസ് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഫോർ സസ്റ്റൈൻഡ് ഇൻ്റർഫെറൻസ് ദ സോഴ്സസ് ഓഫ് ലൈറ്റ് മസ്റ്റ് ബി ഡാഷ്. എന്താണ്? ഒരു സസ്റ്റൈൻഡും സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർഫെറൻസ് പാറ്റേൺ നമുക്ക് കിട്ടണമെങ്കിൽ ലൈറ്റ് സോഴ്സ് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് ചോദ്യം. എങ്ങനെയുള്ളതായിരിക്കണം? കൊഹിറൻ്റ് ആയിരിക്കണം അല്ലേ? കൊഹിറൻറ്റ് സോഴ്സസ് ഹാവ് കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആൻഡ് സെയിം ഫ്രീക്വൻസി, എസെൻഷ്യൽ ഫോർ സ്റ്റേബിൾ ഇൻ്റർഫെറൻസ് പാറ്റേൺ. SSC CGL 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ സെൻട്രൽ ഫ്രിഞ്ച് ഈസ് ഓൾവേസ് ഡാഷ്. എന്താണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ സെൻട്രൽ ഫ്രിഞ്ച് എപ്പോഴും എങ്ങനെയായിരിക്കുമെന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു സെൻട്രൽ ഫ്രിഞ്ച് എപ്പോഴും ബ്രൈറ്റ് ആയിരിക്കും. അറ്റ് ദ സെൻറ്റർ പാത്ത് ഡിഫറൻസ് ഈസ് 0. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് ബ്രൈറ്റ് ഫ്രിഞ്ച്. എന്താണ്? സെൻറ്ററിൽ പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും നടക്കുക? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് ആയിരിക്കും. അതുകൊണ്ട് അവിടെ ബ്രൈറ്റ് ഫ്രിഞ്ച് ആയിരിക്കും ഫോം ചെയ്യുക. UPSC NDA 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഡാർക്ക് ഫ്രിഞ്ചസ് ഇൻ ഇൻ്റർഫെറൻസ് ആർ ഫോംഡ് ഡ്യൂ ടു ഡാഷ്. എന്താണ്? ഇൻ്റർഫെറൻസിലെ ഡാർക്ക് ഫ്രിഞ്ചസ് ഉണ്ടാകുന്നത് എന്ത് കാരണമെന്നാണ് ചോദ്യം. എന്ത് കാരണമാണ്? ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് കാരണമാണ് ഡാർക്ക് ഫ്രിഞ്ചസ് ഉണ്ടാകുന്നത്. നോക്കിക്കേ, വെൻ ക്രെസ്റ്റ് മീറ്റ്സ് ട്രഫ് വേവ്സ് ക്യാൻസൽ, സോ ഡാർക്ക്നെസ്. കേരള PSC HSC ഫിസിക്സ് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റ്. എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റിന് ഒരു എക്സാമ്പിൾ എന്നാണ് ചോദ്യം. ഏതാണ്? കളേഴ്സ് ഇൻ സോപ്പ് ബബിൾ അല്ലേ? സോപ്പ് ബബിളിലെ ആ കളേഴ്സ് കാണുന്നത് എന്തിന് എക്സാമ്പിളാണ്? ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റിന് എക്സാമ്പിളാണ്. നോക്കിക്കേ, തിൻ ഫിലിം ഇൻ്റർഫെറൻസ് പ്രൊഡ്യൂസസ് കളർ പാറ്റേൺസ് ഇൻ സോപ്പ് ബബിൾസ്. SSC CHSL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് എക്സ്പെരിമെൻറ്റ് കൺക്ലൂസീവ്ലി ഡെമോൺസ്ട്രേറ്റഡ് ദ വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. എന്താണ്? വേവ് നേച്ചർ ഓഫ് ലൈറ്റിനെ പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത എക്സ്പെരിമെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് അല്ലേ? YDSE ഷോഡ് ഇൻ്റർഫെറൻസ് ഫ്രിഞ്ചസ് പോസിബിൾ ഓൺലി വിത്ത് വേവ്സ്. UPSC CDS 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് ഒക്കേഴ്സ് വെൻ ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ വേവ്സ് ഈസ് ഡാഷ്. എന്താണ്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് ഉണ്ടാവണമെങ്കിൽ വേവ്സുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കണമെന്നാണ് ചോദ്യം. എത്രയായിരിക്കണം? 0 അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആയിരിക്കണം. നോക്കിക്കേ, വേവ്സ് മീറ്റ് ഇൻ ഫേസ്, ആംപ്ലിറ്റ്യൂഡ്സ് ആഡ്, ബ്രൈറ്റ് ഫ്രിഞ്ച് ഫോംഡ് അല്ലേ? SSC JE 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് കണ്ടീഷൻ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ഇൻ്റർഫെറൻസ്. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കണ്ടീഷനാണ് ഇൻ്റർഫെറൻസിന് ആവശ്യമല്ലാത്തതെന്നാണ് ചോദ്യം. സെയിം ആംപ്ലിറ്റ്യൂഡാണ് അല്ലേ? സെയിം ആംപ്ലിറ്റ്യൂഡിൻ്റെ ആവശ്യമില്ല. ആംപ്ലിറ്റ്യൂഡ്സ് മേ ഡിഫർ. കൊഹിറൻസ് ഈസ് ദ കീ റിക്വയർമെൻറ്റ്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കൊഹിറൻസ് ആണ് അല്ലേ? കൊഹിറൻറ്റ് സോഴ്സ് ആയിരിക്കണം. കേരള PSC ഡിഗ്രി പ്രിലിംസ് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ഇൻ്റർഫെറൻസ് പാറ്റേൺ ഡിസപ്പിയേഴ്സ് ഇഫ് ദ ലൈറ്റ് സോഴ്സസ് ആർ ഡാഷ്. എന്താണ്? ഇൻ്റർഫെറൻസ് പാറ്റേൺ അപ്രത്യക്ഷമാവുന്നത് എങ്ങനെയുള്ള ലൈറ്റ് സോഴ്സസ് ആയിരിക്കുമ്പോഴാവുന്നതാണ് ചോദ്യം. എന്താണ്? ഇൻകൊഹെറൻ്റ് ആണ് അല്ലേ? കൊഹെറൻ്റ് അല്ലാത്ത ലൈറ്റ് സോഴ്സസ് ആണെങ്കിൽ എന്തുണ്ടാവില്ല? ഇൻ്റർഫെറൻസ് പാറ്റേൺ ഉണ്ടാവില്ല. നോക്കിക്കേ, റാൻഡം ഫേസ് ഡിഫറൻസ് ഡിസ്ട്രോയ് സ്റ്റേബിൾ ഫ്രിഞ്ച് പാറ്റേൺ. SSC GD 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ്റർഫെറൻസ് ഫ്രിഞ്ചസ് ആർ ഈക്വലി സ്പേസ്ഡ് ബിക്കോസ് ഡാഷ്. എന്താണ്? ഈ ഇൻ്റർഫെറൻസ് ഫ്രിഞ്ചസ് തമ്മിൽ ഈക്വൽ സ്പേസ് ആണുള്ളത്. അതായത് അവർ തമ്മിലുള്ള സ്പേസ് എന്ന് പറയുന്നത് സെയിം ആണ് എല്ലായിടത്തും. അതിന് കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. എന്താണ്? ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഫ്രിഞ്ചസ് ഈക്വലി സ്പേസ്ഡ് ആയിട്ട് കാണുന്നത്. യൂണിഫോം വേവ് ലെങ്ത് ഗീവ്സ് യൂണിഫോം ഫ്രിഞ്ച് സ്പേസിംഗ്. UPSC CAPF 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഇഫ് വൺ സ്ലിറ്റ് ഈസ് ക്ലോസ്ഡ് ഡാഷ്. എന്താണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഒരു സ്ലിറ്റ് ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. എന്ത് സംഭവിക്കും?
ഇൻ്റർഫെറൻസ് പാറ്റേൺ ഡിസപ്പിയേഴ്സ്. എന്താണ്? ഇൻ്റർഫെറൻസ് പാറ്റേൺ അവിടെ കാണില്ല. കാരണം എന്താ? 2 കൊഹറൻറ്റ് സോഴ്സസ് ആർ റിക്വയർഡ്. 1 സ്ലിറ്റ് എലോൺ കനോട്ട് പ്രൊഡ്യൂസ് ഇൻ്റർഫെറൻസ് അല്ലേ? അതായത് നമ്മളിപ്പോൾ ഈ 2 സ്ലിറ്റുകളുടെ ബാക്കിലായിട്ട് ഒരു കൊഹറൻറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് പാസ് ചെയ്യുന്നെന്ന് വെച്ചോളൂ. അപ്പോൾ ഈ 2 സ്ലിറ്റിലൂടെയും ആ സെയിം ലൈറ്റ് കടന്നുപോയി 2 കൊഹറൻറ്റ് സോഴ്സസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള വേവ്സ് ഉണ്ടെങ്കിലല്ലേ അവിടെ സൂപ്പർ പൊസിഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു സ്ലിറ്റ് അങ്ങ് ക്ലോസ് ചെയ്താൽ എന്ത് പറ്റും? ഇൻ്റർഫെറൻസ് പാറ്റേൺസ് അപ്രത്യക്ഷമാവും. അവിടെ വേവ് ഇല്ലല്ലോ തമ്മിൽ കൂടിച്ചേരാനായിട്ട്. അതുകൊണ്ട് അപ്പോൾ 2 കൊഹറൻറ്റ് സോഴ്സസ് ആർ റിക്വയർഡ്. 1 സ്ലിറ്റ് എലോൺ കനോട്ട് പ്രൊഡ്യൂസ് ഇൻ്റർഫെറൻസ്. SSC MTS 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം, വിച്ച് ഫെനോമിനൻ എക്സ്പ്ലെയിൻസ് കളേഴ്സ് സീൻ ഓൺ തിൻ ഓയിൽ ഫിലിംസ്? എന്താണ്? തിൻ ഓയിൽ ഫിലിംസിലൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് വരാൻ കാരണമായിട്ടുള്ള ഫെനോമിനൻ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഇൻ്റർഫെറൻസ് ആണ്. തിൻ ഫിലിം ഇൻ്റർഫെറൻസ് കോസസ് സെലക്റ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് കളേഴ്സ്. കേരള PSC ഫയർമാൻ 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഇൻ്റർഫെറൻസ് ഫ്രിഞ്ചസ്? താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഇൻ്റർഫെറൻസ് ഫ്രിഞ്ചസിനെ പറ്റി കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദ്യം. നോക്കിക്കേ, ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ഓവർലാപ്പ് ആണോ? അല്ല. ബ്രൈറ്റും ഡാർക്ക് ഫ്രിഞ്ചസും തമ്മിൽ ഓവർലാപ്പ് ചെയ്താണോ ഇരിക്കുന്നത്? അല്ല. ഒൺലി ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഫോം. ബ്രൈറ്റ് ഫ്രിഞ്ചസ് മാത്രമാണോ ഉണ്ടാവുന്നത്? അല്ല. ഫ്രിഞ്ചസ് ആർ സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ. എന്താണ്? ഫ്രിഞ്ചസ് സ്ട്രെയിറ്റും പാരലലും ആണ്. അത് കറക്റ്റാണ് അല്ലേ? ഫ്രിഞ്ചസ് ഡിപ്പെൻഡ് ഓൺ മിറർ കർവേച്ചർ. ഫ്രിഞ്ചസ് മിറർ കർവേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണോ ഇരിക്കുന്നത്? അല്ല. അപ്പോൾ ഫ്രിഞ്ചസ് ആർ സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ ആണ് കറക്റ്റായിട്ടുള്ളത്. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഫ്രിഞ്ചസ് ആർ സ്ട്രെയിറ്റ്, പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെച്ചേക്കണേ. ഫ്രിഞ്ചസ് ആർ സ്ട്രെയിറ്റ്, പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ്. എന്തുകൊണ്ടാണ് ഈക്വലി സ്പേസ്ഡ് ആയിട്ട് കാണുന്നത്? കോൺസ്റ്റൻറ്റ് വേവ് ലെങ്ത് ആയതുകൊണ്ട്. SSC JE 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ദ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഈസ് എസെൻഷ്യൽ ടു എക്സ്പ്ലെയിൻ ഡാഷ്. എന്താണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എസെൻഷ്യൽ എന്നാണ് ചോദ്യം. ഏതാണ്? ഇൻ്റർഫെറൻസ് ആണ് അല്ലേ? നമുക്കറിയാം ഇൻ്റർഫെറൻസ് എന്ന് വെച്ചാൽ എന്താണ്? സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ആണ്. അപ്പോൾ അതല്ലേ ഏറ്റവും കറക്റ്റായിട്ട് വരുന്നത്. ഇൻ്റർഫെറൻസ് അറൈസസ് ഫ്രം സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. UPSC NDA 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഫെനോമിനൻ കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്? എന്താണ്? ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഫെനോമിനൻ ഇതിൽ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഇൻ്റർഫെറൻസ് ആണ്. നോക്കിക്കേ, ഇൻ്റർഫെറൻസ് റിക്വയർസ് വേവ് നേച്ചർ ഓഫ് ലൈറ്റ് അല്ലേ? ഇൻ്റർഫെറൻസ് എന്താ നമുക്ക് പ്രൂവ് ചെയ്ത് തരുന്നത്? ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നത് ഇൻ്റർഫെറൻസ് കാരണമാണ്. അത് ഓർത്ത് വെച്ചേക്കണേ. SSC CGL 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ്റർഫെറൻസ് പാറ്റേൺ ഈസ് ഒബ്സർവ്ഡ് ഓൺലി വെൻ ദ സോഴ്സസ് ആർ ഡാഷ്. എന്താണ്? ഇൻ്റർഫെറൻസ് പാറ്റേൺ എങ്ങനെയുള്ള സോഴ്സസ് ആയിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. എങ്ങനെയുള്ള സോഴ്സസ് ആയിരിക്കുമ്പോഴാണ്? കോഹിറൻ്റ് ആയിട്ടുള്ള സോഴ്സസ് ആയിരിക്കുമ്പോഴാണ്. നോക്കിക്കേ, coherent sources maintain a constant phase difference which is essential for sustained interference or stable interference. നോക്കിക്കേ, കേരള PSC ഡിഗ്രി ലെവൽ പ്രിലിംസ് 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആർ ഫോംഡ് ഡ്യൂ ടു ഡാഷ്. എന്താണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഉണ്ടാവാൻ കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് കാരണമാണ് എന്തുണ്ടാവുന്നത്? ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഉണ്ടാവുന്നത്. വെൻ വേവ്സ് മീറ്റ് ഇൻ ഫേസ് ദെയർ ആംപ്ലിറ്റ്യൂഡ്സ് ആഡ് പ്രൊഡ്യൂസിങ് ബ്രൈറ്റ് ഫ്രിഞ്ചസ്. SSC CHSL 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രൂവ്സ് ദ വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. എന്താണ്? വേവ് നേച്ചർ ഓഫ് ലൈറ്റ് പ്രൂവ് ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതെന്നാണ് ചോദ്യം. വേവ് നേച്ചർ ഓഫ് ലൈറ്റ് പറയുമ്പോൾ തന്നെ ഓർമ്മ വരേണ്ടത് ഇൻ്റർഫെറൻസ് ആണ്. ആൻസർ ഈസ് ഇൻ്റർഫെറൻസ്. നോക്കിക്കേ, ഇൻ്റർഫെറൻസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺലി ബൈ വേവ് തിയറി, നോട്ട് പാർട്ടിക്കിൾ തിയറി. UPSC NDA 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ ഇൻ്റർഫെറൻസ് ഡാർക്ക് ഫ്രിഞ്ചസ് ഒക്കെ വെൻ പാത്ത് ഡിഫറൻസ് ഈസ് ഡാഷ്. എന്താണ്? ഇൻ്റർഫെറൻസിൽ ഡാർക്ക് ഫ്രിഞ്ചസ് എത്ര പാത്ത് ഡിഫറൻസ് ഉള്ളപ്പോഴാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദ്യം. എന്താണ്? ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് അല്ലേ? ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്?
ഡാർക്ക് ഫ്രിഞ്ചസ് ഉണ്ടാവുന്നത്. അതെപ്പോഴാണ്? ക്രസ്റ്റ് ഓഫ് വൺ വേവ് മീറ്റ്സ് ട്രഫ് ഓഫ് അനദർ അല്ലേ, ക്യാൻസലേഷൻ ഹെൻസ് ഡാർക്ക്നെസ്. SSC JE 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ഡാഷ്. എന്താണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നതെന്നാണ് ചോദ്യം. എന്താണ്? വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ആണ് അല്ലേ. ഫോർമേഷൻ ഓഫ് ഇൻ്റർഫെറൻസ് ഫ്രിഞ്ചസ് കൺഫേംസ് വേവ് ബിഹേവിയർ ഓഫ് ലൈറ്റ്. UPSC CDS 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് കണ്ടീഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഇൻ്റർഫെറൻസ് ബട്ട് നോട്ട് ഫോർ ഡിഫ്രാക്ഷൻ. അതായത് താഴെ തന്നിരിക്കുന്ന കണ്ടീഷനിൽ ഏതാണ് ഇൻ്റർഫെറൻസിന് ആവശ്യം പക്ഷേ ഡിഫ്രാക്ഷന് ആവശ്യമല്ലാത്തത് എന്നാണ് ചോദ്യം. കൊഹറൻസ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഡിഫ്രാക്ഷൻ നമ്മൾ പഠിക്കും, എന്നാലും ഇതിൽ ഇൻ്റർഫെറൻസ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇൻ്റർഫെറൻസ് റിക്വയർസ് 2 കൊഹറൻറ്റ് സോഴ്സസ്, ഡിഫ്രാക്ഷൻ ഡസ് നോട്ട് അല്ലേ. ഇൻ്റർഫെറൻസിന് 2 കൊഹറൻറ്റ് സോഴ്സസിൻ്റെ ആവശ്യമുണ്ട്, ഡിഫ്രാക്ഷന് അതിൻ്റെ ആവശ്യം ഇല്ല. SSC CGL 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇഫ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻക്രീസസ് ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻ ഇൻ്റർഫെറൻസ് ഡാഷ്. എന്താണ്? ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കൂട്ടിയാൽ ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. എന്ത് സംഭവിക്കും? ഫ്രിഞ്ച് വിഡ്ത്തും കൂടും. ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. RRB JE 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ്റർഫെറൻസ് ഫ്രിഞ്ചസ് ഡിസപ്പിയേഴ്സ് വെൻ ഡാഷ്. എന്താണ്? ഇൻ്റർഫെറൻസ് ഫ്രിഞ്ചസ് ഡിസപ്പിയർ ആവുന്ന സിറ്റുവേഷൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെന്നാണ് ചോദ്യം. സോഴ്സസ് ആർ ഇൻകൊഹറൻ്റ് ആണ് കറക്റ്റായിട്ട് വരുന്നത് അല്ലേ. സോഴ്സസ് ഇൻകൊഹറൻ്റ് ആണെങ്കിൽ, അതായത് കൊഹറൻ്റ് അല്ലെങ്കിൽ ഇൻ്റർഫെറൻസ് ഫ്രിഞ്ചസ് ഡിസപ്പിയർ ആവും. റാൻഡം ഫേസ് ഡിഫറൻസ് ഡിസ്ട്രോയ് സ്റ്റേബിൾ ഇൻ്റർഫെറൻസ് പാറ്റേൺ. കേരള PSC LDC 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിക്കേ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഈ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഫോമുല, അതായത് ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോമുല തന്നില്ലായിരുന്നു. അതൊന്ന് ഓർത്ത് വെച്ചേക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ബീറ്റ = λ/d/d അല്ലേ. ഇവിടെ ബീറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രിഞ്ച് വിഡ്ത്ത്. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് വെച്ചാൽ 2 കൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് അല്ലെങ്കിൽ 2 കൺസിക്യൂട്ടീവ് ഡാർക്ക് ഫ്രിഞ്ചസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. അവരുടെ ആ വിഡ്ത്താണ് എന്തെന്ന് പറയുന്നത്, ഈ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തും, D എന്ന് പറയുന്നത് ഈ സ്ലിറ്റ്സും ഈ സ്ക്രീനും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് എന്തെന്ന് പറയുന്നത്, ഈ ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. ഈ സ്മോൾ d, താഴെ കിടക്കുന്ന സ്മോൾ d എന്ന് പറയുന്നത് എന്താണ്? സ്ലിറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. ആ സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് സ്മോൾ d കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും അതുപോലെ സ്ലിറ്റിൻ്റെ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. ഇത് ഓർത്തു വെച്ചേക്കണേ. അടുത്തത് ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ദ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബിക്കോസ് ഡാഷ്. എന്താണ്? സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഉണ്ടാവാൻ കാരണം, സെൻട്രൽ ഫ്രിഞ്ച് ബ്രൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്? പാത്ത് ഡിഫറൻസ് ഈസ് 0 അല്ലേ. 0 പാത്ത് ഡിഫറൻസ്, വേവ്സ് അറൈവ് ഇൻ ഫേസ്, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ്. UPSC CAPF 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ തിരിച്ചാണ് ചോദിച്ചേക്കുന്നത്, ഒരു ട്വിസ്റ്റിംഗ് രീതിയിൽ. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിന കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ വേവ് തിയറി ഓഫ് ലൈറ്റ്. എന്താണ്? വേവ് തിയറി ഓഫ് ലൈറ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഫിനോമിന ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് സപ്പോർട്ട്സ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് അല്ലേ. SSC CGL 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഇഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ്സ് ഈസ് ഇൻക്രീസ്ഡ് ഫ്രിഞ്ച് വിഡ്ത്ത് ഡാഷ്. എന്താണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ സ്ലിറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടിയാൽ ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ബീറ്റ = λ/D സ്മോൾ d അല്ലേ. അതാണ് നമ്മുടെ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ആ ഒരു ഫോമുല എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് കൂട്ടുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ്സ് അല്ലേ. അതായത് ഫ്രിഞ്ച് വിഡ്ത്ത്, അതായത് ഡിസ്റ്റൻസ് കൂടിയാൽ ഫ്രിഞ്ച് വിഡ്ത്ത് കുറയും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡിസ്റ്റൻസ് ഇവിടെ കൂട്ടുകയാണ്, അതുകൊണ്ട് ഫ്രിഞ്ച് വിഡ്ത്ത് കുറയും. ഡിക്രീസസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിറ്റ് സെപ്പറേഷൻ. UPSC NDA 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം, വിച്ച് ഫെനോമിനൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ കളർഫുൾ പാറ്റേൺസ് ഇൻ തിൻ ഫിലിംസ്? എന്താണ് തിൻ ഫിലിംസിലെ കളർഫുൾ പാറ്റേൺസിന് കാരണമായിട്ടുള്ള ഫെനോമിനൻ ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഇൻ്റർഫെറൻസ് ആണ് അല്ലേ. മൾട്ടിപ്പിൾ റിഫ്ലക്റ്റഡ് വേവ്സ് ഇൻ്റർഫിയർ പ്രൊഡ്യൂസിങ് കളേഴ്സ്. കേരള PSC ഡിഗ്രി പ്രിലിംസ് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റ് റിക്വയർസ് ഡാഷ്. എന്താണ്? ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റിന് ആവശ്യമായിട്ടുള്ളത് ഇതിൽ ഏതാണെന്ന് ചൂസ് ചെയ്തെഴുതുക. ഏതാണ്? 2 സോഴ്സസ് ഓഫ് സെയിം ഫ്രീക്വൻസി ആൻഡ് കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആണ് കറക്റ്റായിട്ട് വരുന്നത്. അതാണ് കൊഹറൻറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അല്ലേ. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ദിസ് ഡിഫൈൻസ് കൊഹറൻറ്റ് സോഴ്സസ്. SSC JE 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഇൻ ഇൻ്റർഫെറൻസ് കറസ്പോണ്ട്സ് ടു റീജിയൻസ് ഓഫ് ഡാഷ്. എന്താണ്? ഇൻ്റർഫെറൻസിലെ ബ്രൈറ്റ് ഫ്രിഞ്ചസ് എങ്ങനെയുള്ള റീജിയൻസിനാണ് കറസ്പോണ്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എങ്ങനെയുള്ളതാണ്? മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ള റീജിയൻസിലായിരിക്കും എന്തുള്ളത്? ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഉണ്ടാകുന്നത് അല്ലേ. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫെറൻസ് ലീഡ് ടു മാക്സിമം ഇൻറ്റൻസിറ്റി. RRB JE 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ ഇൻ്റർഫെറൻസ് ദ എനർജി ഈസ് ഡാഷ്. എന്താണ്? ഇൻ്റർഫെറൻസിൽ എനർജി എന്താണ്? എനർജിക്ക് എന്താ സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. എന്താണ്? എനർജി ഈസ് കൺസേർവ്ഡ് ആൻഡ് റീഡിസ്ട്രിബ്യൂട്ടഡ്. നോക്കിക്കേ, എനർജി ഷിഫ്റ്റ്സ് ഫ്രം ഡാർക്ക് ഫ്രിഞ്ചസ് ടു ബ്രൈറ്റ് ഫ്രിഞ്ചസ്. ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. UPSC CDS 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് റിക്വയർസ് ദ ലൈറ്റ് സോഴ്സ് ടു ബി ഡാഷ്. എന്താണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ലൈറ്റ് സോഴ്സ് എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് ചോദ്യം. ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? മോണോക്രോമാറ്റിക് ആണ് കറക്റ്റായിട്ട് വരുന്നത്. നോക്കിക്കേ, മോണോക്രോമാറ്റിക് ലൈറ്റ് എൻഷ്യൂർസ് ക്ലിയർ വെൽ ഡിഫൈൻഡ് ഫ്രിഞ്ചസ്. SSC JE 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? 2 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ബ്രൈറ്റ് ഫ്രിഞ്ചസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്നത് എന്തെന്നാണ് ചോദ്യം. എന്താണ്? ഫ്രിഞ്ച് വിഡ്ത്ത് അല്ലേ. ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ സക്സസീവ് ബ്രൈറ്റ് ഓർ ഡാർക്ക് ഫ്രിഞ്ചസ്. UPSC NDA 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ് ഇൻ ഇൻ്റർഫെറൻസ് ഇൻക്രീസസ് ഫ്രിഞ്ച് വിഡ്ത്ത് ഡാഷ്. അതായത് നമ്മുടെ ഇൻ്റർഫെറൻസിന് ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കൂട്ടിയാൽ ഫ്രിഞ്ച് വിഡ്ത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു വേവ് ലെങ്ത്തും ഫ്രിഞ്ച് വിഡ്ത്തും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒന്ന് കൂടുമ്പോൾ അടുത്തയാളും കൂടുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? വേവ് ലെങ്ത് കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫ്രിഞ്ച് വിഡ്ത്തും കൂടുന്നു. ഇൻക്രീസസ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. SSC CGL 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഫെനോമിനൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ന്യൂട്ടൺസ് റിങ്സ്. എന്താണ്? ന്യൂട്ടൺസ് റിങ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രതിഭാസം ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഇൻ്റർഫെറൻസ് ആണ് അല്ലേ. ന്യൂട്ടൺസ് റിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻ്റർഫെറൻസ് ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ് വേവ്സ്. UPSC CSE പ്രിലിംസ് 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ്റർഫെറൻസ് ഒക്കേഴ്സ് ഓൺലി വെൻ ലൈറ്റ് വേവ്സ് ആർ ഡാഷ്. എന്താണ്? ഇൻ്റർഫെറൻസ് എപ്പോൾ മാത്രം, ലൈറ്റ് വേവ്സ് എന്ത് ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻ്റർഫെറൻസ് ഉണ്ടാവുന്നതെന്നാണ് ചോദ്യം. നോക്കിക്കേ, വെൻ ലൈറ്റ് വേവ്സ് ആർ സൂപ്പർ പോസ്ഡ് അല്ലേ. സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ഈസ് എസെൻഷ്യൽ ഫോർ ഇൻ്റർഫെറൻസ്. SSC JD 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഫെനോമിനൻ എക്സ്പ്ലെയിൻസ് കളർ സീൻ ഓൺ തിൻ ഓയിൽ ഫിലിംസ് ഓൺ വാട്ടർ. ഇതും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇട്ടതാണ്. വേറെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡിഫറെൻറ്റ് എക്സാംസ് ആണ്. ഇൻ്റർഫെറൻസ് ആണ് ആൻസറായിട്ട് വരുന്നത്. തിൻ ഫിലിം ഇൻ്റർഫെറൻസ് പ്രൊഡ്യൂസസ് കളർ വേരിയേഷൻ. കേരള PSC SI 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻ്റർഫെറൻസ് എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.